എന്താണെന്നറിയില്ല, ഇപ്പൊ ആൾക്കാർക്ക് ഭയങ്കര പേടി. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ, നമ്മളെ ഫോണിലുള്ള കാര്യങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ, നമ്മൾ വിളിക്കുന്ന ഫോൺ കോളുകൾ ആരെങ്കിലും അറിയുന്നുണ്ടോ, വേറെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ, ഇതൊക്കെയാണ്. എന്ത് ചെയ്യണ ഓരോരോ സംശയങ്ങളെ. നോർമലായിട്ട് നമ്മൾ വിളിക്കുന്ന ഫോൺ കോളുകളൊന്നും മറ്റൊരാൾക്കും കിട്ടുകയില്ല. എന്നാൽ ആർക്കെങ്കിലും എടുക്കണമെങ്കിൽ അതിന് എളുപ്പമാണ്. ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെ സഹായം അല്ലാണ്ട് മറ്റൊരാൾക്കും നമ്മളെ ഡീറ്റെയിൽ എടുക്കാനാവുകയില്ല. അപ്പൊ എങ്ങനെ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ആക്കുന്നത്? നമ്മളെ ഫോൺ വേറെ ആരെങ്കിലും കയ്യിൽ കിട്ടണം, അല്ലെങ്കിൽ നമ്മളെ ഫോണിലേക്ക് വരുന്ന പരിചയമില്ലാത്ത ലിങ്കുകൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന നേരം ചില ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ആകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനും ഒരാളും നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലേ സ്റ്റോർ, ബ്രൗസർ ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കാം. എങ്ങനെ? അതിനും നമുക്കൊരു ആപ്ലിക്കേഷന്റെ സഹായം വേണം കേട്ടോ. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഫോണിൽ ഉള്ള പ്ലേ സ്റ്റോർ, ബ്രൗസർ ഒക്കെ മറ്റാർക്കും തുറക്കാനാകാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത് വെക്കുക. അത് മാത്രമല്ല, നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനിലേക്കുള്ള നെറ്റ് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന നേരം വാട്സപ്പിൽ മെസ്സേജ് വരാണ്ടിരിക്കണമെങ്കിൽ വാട്സപ്പിലേക്കുള്ള നെറ്റ് കട്ട് ചെയ്ത് വെക്കാം. ഫേസ്ബുക്കിലേക്കുള്ള നെറ്റ് കട്ട് ചെയ്യണേ അങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനിലേക്ക് നെറ്റ് കട്ട് ചെയ്ത് വെക്കാം. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലോക്കിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആട്ടോ. ചങ്ങായി പിന്നെ ആപ്പും കോപ്പും കൊണ്ടൊക്കെ വന്നോന്ന് ചോദിക്കണ്ട. ഇങ്ങനത്തെ ആവശ്യത്തിനൊക്കെ നമുക്ക് ആപ്ലിക്കേഷന്റെ സഹായം ആവശ്യമാണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇതാണ് ബ്ലോക്കിറ്റ്. ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്യുന്നവർ ഇങ്ങനെയാന്ന് വരിക. അവിടെ കുറച്ച് പെർമിഷൻ ഒക്കെ ചോദിക്കും, അത് അലോ ചെയ്ത് കൊടുക്കുക. പെർമിഷനൊക്കെ കൊടുത്ത് നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിന്റെ ഇന്റർഫേസ് വരിക. ഇവിടെ നമ്മളെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ ഉണ്ടാവും. ഇവിടെ മേലെ ബ്ലോക്കിറ്റ് എന്നുള്ള പേരിന്റെ നേരെ ഒരു ടോഗിൾ ഉണ്ടാവും. അത് ഓഫിലാണെങ്കിൽ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് ആപ്ലിക്കേഷനാണോ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി അതിന്റെ നേരെയുള്ള ഈ ഏറോ മാർക്ക് ഇല്ല, മേലോട്ടും താഴോട്ടുള്ള കുത്തനുള്ള ഏറോ മാർക്ക്, അതൊന്ന് ഞെക്കി കൊടുക്കുക. ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനിലേക്കുള്ള നമ്മളെ നെറ്റ് അവിടെ ബ്ലോക്ക് ആവും. പിന്നെ അത് തുറക്കാനാകില്ല. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിനാണല്ലോ കൂടുതൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോർ നമുക്ക് ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം, ഈ പ്ലേ സ്റ്റോറിൽ നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്പൈ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും പ്ലേ സ്റ്റോറിൽ നിന്ന് അങ്ങനെ കിട്ടില്ല നമുക്ക്. അതൊക്കെ നമ്മൾ ബ്രൗസർ കൂടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പ്ലേ സ്റ്റോർ മാത്രമല്ല, ബ്രൗസറും ഗൂഗിളും അതുപോലെ ഗൂഗിൾ ക്രോമും നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്രൗസർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ബ്ലോക്ക് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ പ്ലേ സ്റ്റോർ നമ്മൾ ബ്ലോക്ക് ചെയ്തില്ലേ, പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഇത് ഞെക്കി കൊടുത്താലും അങ്ങനെ തന്നെ വരും. ഇനി നമുക്ക് ഇത് ഒഴിവാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്ന് ഇത് എനേബിൾ ചെയ്ത് കൊടുക്കണം, ബ്ലോക്ക് ഒഴിവാക്കണം. എന്നാലാണ് നമുക്ക് തുറക്കാനാവും. ബ്ലോക്ക് ഒഴിവാക്കിയിട്ട് നമ്മൾ തുറക്കുന്ന നേരം അത് നോർമലായിട്ട് ഓപ്പൺ ആവുകയും ചെയ്യും. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനിലേക്കുള്ള നെറ്റ് ബ്ലോക്ക് ചെയ്യാനും അതുപോലെ മറ്റാർക്കും നമ്മളെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാത്ത രീതിയിൽ നമുക്ക് സെക്യൂറായി വെക്കാനൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ട്രിക്കാണിത്. ഇത് നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.